എല്ലാ തെറ്റും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്നത് ഈ എന്താ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു എന്ന്. അപ്പൊ എന്റെ ഒരു ക്യൂരിയോസിറ്റി ആണിത്. മീൻസ് അന്നേരം അവര് കാണിക്കുന്നത് ആരാണോ പീഡിപ്പിച്ചത് അയാളുടെ ഫോട്ടോസ് ഫുള്ള് TV വരിക. പക്ഷെ ഈ പെണ്ണിന്റെ ഫോട്ടോ എവിടെ വരുന്നില്ല. ഒരു കാര്യം പറയട്ടെ, 10 പ്രാവശ്യവും അവര് സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് കേസ് കൊടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നത്തിന് എന്തോ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവും. സ്ത്രീയുടെ പടം വരുന്നില്ല, പുരുഷന്റെ പടം വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഈ പുരുഷന്റെ പടം വന്നു കഴിഞ്ഞാലും അയാൾക്ക് കാര്യമായി ഒന്നും നഷ്ടപ്പെടുന്നില്ല. ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞോട്ടെ, ഞാൻ ചേട്ടന്റെ പേര് വെറുതെ അങ്ങ് ഒരു കംപ്ലൈന്റ് കൊടുക്കുക, ചേട്ടൻ എന്നെ അങ്ങ് പീഡിപ്പിച്ചു എന്ന്. ചേട്ടന്റെ ഫോട്ടോ ലോകം മൊത്തം കാണുന്നത്, ചേട്ടന്റെ ഫാമിലി, ചേട്ടന്റെ സമൂഹം, ചേട്ടൻ ജീവിക്കുന്ന ജോലി സ്ഥലത്ത്, ചേട്ടന്റെ മക്കൾ, അവർക്ക് എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കും. പിന്നെ നാളെ കേസ് തെളിയുമ്പോഴേ ഞാൻ കള്ള കേസാ കൊടുത്തെന്നറിയുന്നത്. പക്ഷെ അതുവരെ നിങ്ങൾ അനുഭവിക്കുന്ന ട്രോമ ഭയങ്കര ട്രോമ തിരിച്ചറിയാൻ പറ്റും എനിക്ക്. റേപ്പ് കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ചെയ്യപ്പെട്ട വ്യക്തിയും ചെയ്ത വ്യക്തിയും അവർ രണ്ടുപേരുടെ ഒന്നെങ്കിൽ ഒരുപോലെ അവർ രണ്ടുപേരുടെ ഫേസ് കാണിക്കണം. അതല്ലെങ്കിൽ രണ്ടുപേരും കേസ് തെളിയുന്നവരെ കാണിക്കാൻ പാടില്ല. വിക്ടിം അല്ലെങ്കിൽ പ്രതി അങ്ങനെ പറയാൻ പാടില്ല. 100% ഞാൻ യോജിക്കുന്നു. നിയമം തുല്യത വേണമെന്നാ പറഞ്ഞേ. തുല്യത വേണം. തുല്യത അനുശാസിക്കാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടി ഭരണഘടനയിൽ തന്നെ 15(3) കൃത്യമായി പറയുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടുന്ന രീതിയിൽ നിയമം ഉണ്ടാക്കാം. ഞാൻ ഒരു തെറ്റ് തിരുത്തി കൊടുക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ത്രീ പുരുഷൻ എന്നൊന്നും പറയുന്നില്ല, സിറ്റിസൺ എന്നാ പറയണേ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിദ്യയാണേ. അതിൽ പറയുന്നത് നിങ്ങൾ കേൾക്കും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വായിച്ചിട്ട് പോവാ. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം ലോ ഓഫ് ലാൻഡ് ആണ്. അതൊക്കെ കൃത്യമായിട്ട് പറയണം. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.